നമ്മുടെ എല്ലാവരുടെയും ഏറെ ബഹുമാനപ്പെട്ട ഇന്ത്യ രാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങളെ പ്രധാന സേവകൻ ആയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീനെ ഞാൻ എല്ലാവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം. ഒപ്പം ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകർക്കും ഇവിടെ വന്ന സഹോദര സഹോദരിമാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഒരു സന്തോഷകരമായ ദിവസമാണ്. കാരണം നമ്മളെ അസംബ്ലി ഇലക്ഷൻ്റെ ആദ്യത്തെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. നമ്മുടെ മേയർ വി രാജേഷ് പറഞ്ഞ പോലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളൊരു വാഗ്ദാനം കൊടുത്തു. 45 ദിവസത്തിൽ 5 കൊല്ലത്തിനൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കും. തിരുവനന്തപുരം കോർപ്പറേഷന് പിന്തുണ കൊടുക്കാൻ നമ്മുടെ നരേന്ദ്രമോദിജി ഇവിടെ വരും. ആ വാഗ്ദാനം ഇന്ന് പാലിച്ചു നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി. വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനെ കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിർണായകമായ ഒരു ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവി, കുട്ടികളുടെ ഭാവി, മലയാളികളുടെ ഭാവി, പുതിയ തലമുറയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇലക്ഷനാണ്. ഈ ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം. ഇവിടെ LDFും കോൺഗ്രസും മാറി മാറി ഭരിച്ച് നാടിൻ്റെ അവസ്ഥ എന്താക്കി? ഇന്ന് ഈ നാട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുടെ നാടാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. എന്തുകൊണ്ട്? CPM കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ഫലമാണത്. ഇന്ന് ഭീകരമായ അഴിമതിയാണ് ഈ നാട്ടിൽ കാണുന്നത്. കോൺഗ്രസിൻ്റെ സമയത്തും CPMൻ്റെ സമയത്തും നടക്കുന്ന അഴിമതി, ശബരിമല കൊള്ള അതിൻ്റെ ഉദാഹരണമാണ്. നമുക്ക് ചോദിക്കണം, ആലോചിക്കണം, എന്തുകൊണ്ട് ശബരിമല കൊള്ള ചെയ്ത ആ ദല്ലാൽ സോണിയാഗാന്ധിനെ പോയി കാണുന്നു? എന്തുകൊണ്ട് ശബരിമല കൊള്ള ചെയ്ത ദല്ലാൽ CPMൻ്റെ മുഖ്യമന്ത്രിനെ കാണുന്നു? എന്തുകൊണ്ട് ഉപഹാരം കൊടുക്കുന്നു കോൺഗ്രസ് MPമാർക്ക്? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഇത് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കണം, ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, കോൺഗ്രസിൻ്റെയും CPMൻ്റെ പിന്തുണയുണ്ട് ഇവിടെ വളരുന്നത്? ഇത് നാടിന് നല്ലതാണോ? ഇത് ചിന്തിക്കണം, ആലോചിക്കണം. 10 കൊല്ലം CPM ഭരിച്ചു, അതിൻ്റെ മുമ്പ് കോൺഗ്രസ് ഭരിച്ചു. 10 കൊല്ലം രാജ്യത്തിനെ ഭരിച്ച കോൺഗ്രസ് പാർട്ടി നാടിനെ നശിപ്പിച്ചു, രാജ്യത്തിനെ നശിപ്പിച്ചു. എന്നിട്ട് 2014 ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്ത് 5ാം ദുർബലമായ ഇക്കോണമിയെ ഇന്ന് നരേന്ദ്രമോദിജിൻ്റെ പരിശ്രമവും നിരാന്ത പരിശ്രമവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കാരണം ഇന്ന് ഇന്ത്യ 4ാമത്തെ ഇക്കോണമിയായി മാറി. ഇതാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഇതാണ് നരേന്ദ്രമോദിജിൻ്റെ ഭരണം. ഇതാണ് NDAൻ്റെ ഭരണം. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ തീരുമാനിക്കണം, നമ്മളുടെ ഭാവി എന്താണ്. നമുക്ക് വേണം വികസിത കേരളം. ഇത് നമ്മളെ കുട്ടികൾക്ക് തൊഴിൽ കിട്ടണം, നമ്മൾ കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കണം. നമ്മളെ ഇക്കോണമിയെ നന്നായി മാറ്റി കടത്തിൻ്റെ ഇക്കോണമി അല്ല, വളർച്ചേൻ്റെ ഇക്കോണമിയായി മാറ്റണം. നമുക്ക് വേണം വികസിത കേരളം. നമുക്ക് വേണം വിശ്വാസ സംരക്ഷണം. ഇവിടെ വിശ്വാസികളെ സംരക്ഷിക്കാൻ NDAക്ക് മാത്രമേ കഴിയുള്ളൂ. വിശ്വാസികളുടെ അമ്പലങ്ങളും പള്ളികളും സംരക്ഷിക്കാൻ NDAക്ക് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ജമാഅത്തിൻ്റെ രാഷ്ട്രീയവും SDPIൻ്റെ രാഷ്ട്രീയവും അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ CPMൻ്റെ രാഷ്ട്രീയം ഇനി ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഒരു നല്ല ഭാവി, ഒരു പുതിയ ഭാവി, ഒരു വികസിത കേരളത്തിൻ്റെ ഭാവി. അതിനുവേണ്ടി ഈ ഇലക്ഷനിൽ NDA ജയിക്കും, NDAനെ ജനങ്ങൾ ജയിപ്പിക്കും, നമ്മളൊരു വികസിത കേരളം സൃഷ്ടിക്കും. അതാണ് ഞങ്ങളുടെ സങ്കല്പം. പറയൂ, നമുക്ക് വേണം വികസിത കേരളം, നമുക്ക് വേണം സുരക്ഷിത കേരളം, നമുക്ക് വേണം വിശ്വാസ സംരക്ഷണം. ഇത് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.